പരുന്തുമാമ ദയവ് ചെയ്ത് എന്നെ തിന്നല്ലേ. എന്റെ ചേട്ടനെ നിങ്ങൾ എന്തായാലും തിന്നു. എന്റെ അമ്മ വരുമ്പോൾ എന്നെയും ഇവിടെ കണ്ടില്ലെങ്കിൽ അമ്മ പാവം ഒരുപാട് കരയും മാമ. അതിനെക്കുറിച്ചൊന്നും എനിക്ക് വിഷമമില്ല. എനിക്ക് എന്റെ ഭക്ഷണം വേണം. ഫെബ്രുവരിയിൽ നല്ല കാലാവസ്ഥയായിരുന്നു. ഡ്രീംലാൻഡ് കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും ഈ കാലാവസ്ഥയെ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നു. വൈകുന്നേരം വിചിത്രമായൊരു ശബ്ദം കേട്ടു. പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശ്രദ്ധ ആ ദിശയിലേക്കും പോയി. ഇതെന്താ വിചിത്രമായ ശബ്ദം? ആരോ കളിക്കുന്നത് പോലെയാ എനിക്ക് തോന്നുന്നത്. എല്ലാവരും ചേർന്ന് ഈ ശബ്ദം കേൾക്കുന്ന സ്ഥലത്തേക്ക് നടന്നു തുടങ്ങി. അവിടെ എത്തിയവുടൻ അവർ എന്തു കണ്ടെന്നാൽ മോണ്ടുകുരങ്ങ് വായിലൊരു ശംഖും വെച്ച് ഊതിക്കൊണ്ടിരുന്നു. മോണ്ടു ചേട്ടാ, നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? മരത്തിലുണ്ടായി വന്ന രൂപം കണ്ടോ? ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? മരത്തിൽ ഒരു ശിവലിംഗവും ഉണ്ടാക്കി വെച്ചിരുന്നു. ഇത് എന്താണ്? ഇതിനെ ശിവലിംഗമെന്ന് പറയും. മനുഷ്യർ അവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം അകറ്റിമാറ്റാൻ വേണ്ടി അവർ ദൈവത്തെ പ്രാർത്ഥിക്കും. ഓരോ ശിവരാത്രിയിലും ദൈവത്തെ ആരാധിക്കുന്ന രീതിയിൽ അവർ പൂജകൾ ചെയ്യും. അടുത്ത മാസം മഹാശിവരാത്രി വരികയാണ്. ആ രാത്രി വളരെ അത്ഭുതകരമാണ്. ആ രാത്രിയിൽ അവർ നിരാഹാരമിരുന്ന് ഒരു രാത്രി മുഴുവനും ഉറങ്ങാതെ അവർ ശിവനെ ആരാധിക്കും. അപ്പോൾ ഈ കാട്ടിൽ ജീവിക്കുന്ന മൃഗങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഈ ശിവൻ നമ്മളെ രക്ഷിക്കുമോ? നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ ഉറപ്പായും ചെയ്തു തരും. മൃഗങ്ങൾക്ക് അത് എന്തു പറയുന്നെന്ന് മനസ്സിലായില്ല. എന്നാലും പൂജ ചെയ്യില്ല എന്നവർ പറഞ്ഞതേയില്ല. ഒരു ദിവസം മൈന തന്റെ കുഞ്ഞുങ്ങളോടൊപ്പം അതിന്റെ കൂട്ടിൽ ഇരിക്കുകയായിരുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഭക്ഷണം കൊണ്ടുവരാം. നിങ്ങൾ ഇവിടെ ഇരിക്കണം. ഒരുപക്ഷെ നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ വന്നാൽ നന്നായി ശബ്ദമുണ്ടാക്കൂ. ശരി അമ്മേ, ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാം. മൈന അതിന്റെ കുട്ടികളെയും വിട്ടിട്ട് അവിടെ നിന്നും പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഗോൾഡി അവിടേക്ക് വന്നു. അത് വിശന്ന് വേട്ടയാടാൻ അവിടെ വന്നതാണ്. ഓഹോ, നല്ല ഇളം കുഞ്ഞുങ്ങൾ, തിന്നാൽ നല്ല രസമായിരിക്കും. അങ്ങനെ പറഞ്ഞ് അത് ആ കൂടിനടുത്തേക്ക് പോയി. രക്ഷിക്കൂ, രക്ഷിക്കൂ, പരുന്ത് വന്നിരിക്കുന്നു. ആ പക്ഷികൾ അലറിയ ഉടനെ മറ്റു പക്ഷികളെല്ലാം അവിടേക്ക് വന്നു. ഗോൾഡി, കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. ഞാനൊന്നും ചെയ്യരുതെന്നോ? ഞാനിതിനെ തിന്നാൻ പോവുകയാ. തടയാൻ പറ്റുമെങ്കിൽ തടയൂ. എല്ലാ പക്ഷികളും പരുന്തിനെ ഒരേ സമയം ആക്രമിക്കാൻ പോയി. എന്നാൽ പരുന്ത് ഇവരെ എല്ലാവരെക്കാളും അത് വലുതായതുകൊണ്ട് അത് വന്ന് ഇവരെ എല്ലാവരെയും തുരത്തി എല്ലാവരെയും അവിടെ നിന്ന് ഓടിച്ചു വിട്ടു. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് എന്റെ മുൻപിലേക്കൊന്നും വരരുത്. അങ്ങനെ പറഞ്ഞ് ഒരു കുഞ്ഞു പക്ഷി അതിന്റെ വാ കൊണ്ടെടുത്തു. ആ കുഞ്ഞു പക്ഷി പകുതിയും വായ്ക്കകത്തായിരുന്നു. അത് അതിന്റെ കാലുകളുമാട്ടി പരുന്തിന്റെ വായ്ക്കുള്ളിലുമായി. അത് കണ്ട് മറ്റൊരു കുഞ്ഞും കരഞ്ഞു തുടങ്ങി. പരുന്തുമാമ, ദയവ് ചെയ്ത് എന്നെ തിന്നല്ലേ. എന്റെ ചേട്ടനെ നിങ്ങൾ എന്തായാലും തിന്നു. എന്റെ അമ്മ വരുമ്പോൾ എന്നെയും ഇവിടെ കണ്ടില്ലെങ്കിൽ അമ്മ പാവം ഒരുപാട് കരയും മാമ. അതിനെക്കുറിച്ചൊന്നും എനിക്ക് വിഷമമില്ല. എനിക്ക് എന്റെ ഭക്ഷണം വേണം. അതേസമയം മൈന തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടുവരികയായിരുന്നു. അവൾ വന്നു നോക്കിയപ്പോൾ കൂട്ടിൽ ഒരു കുഞ്ഞു മാത്രമേ കാണുന്നുള്ളൂ. ഗോൾഡി മറ്റേ കുഞ്ഞിനെയും ഭക്ഷിക്കാൻ അടുത്തുപോയി. ഗോൾഡി! അതിന്റെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണവും താഴെ വീണു. അത് ഗോൾഡിയുടെ അടുത്തേക്ക് വേഗത്തിൽ പോയി. എന്നാൽ ആ ദുഷ്ടനായ ഗോൾഡി അതിന്റെ കൺമുൻപിൽ വച്ച് മറ്റൊരു കുഞ്ഞിനെയും തിന്നു. അത് കണ്ട് മൈന ഒരുപാട് വിഷമിച്ചു. അതിന്റെ കൂട്ടിൽ കുഞ്ഞുങ്ങളുടെ ചോര കണ്ട് കരയാൻ തുടങ്ങി. നന്ദി മൈനേ, നല്ല രുചിയുള്ള കുഞ്ഞുങ്ങൾ. ഇനിയും മുട്ടകളിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്ക്. എനിക്കിനിയും രുചികരമായ ഭക്ഷണങ്ങൾ കിട്ടും. അങ്ങനെ പറഞ്ഞ് അതിന്റെ വലിയ ചിറകുകളാട്ടി അത് ആകാശത്തിൽ പറന്നുപോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ മോണ്ടുകുരങ്ങ് അവിടേക്ക് വന്നു. അവിടെ വന്ന പക്ഷികൾ നടന്ന എല്ലാ കാര്യവും അതിനോട് പറഞ്ഞു. അത് കേട്ട കുരങ്ങ് അതിന്റെ കൈകൾ കൂപ്പി ഇങ്ങനെ പറഞ്ഞു. ശിവഭഗവാനെ, കാട്ടിലുള്ള പക്ഷികളുടെ കുഞ്ഞുങ്ങളെ ആ ഗോൾഡി പരുത് കഴിച്ചുകൊണ്ടേയിരിക്കുന്നു. മൈന ചേച്ചി, നിങ്ങളും വന്ന് ശിവഭഗവാനോട് പ്രാർത്ഥിക്കൂ.
അദ്ദേഹത്തിന് നിങ്ങൾ പൂജ ചെയ്യ്. ഉറപ്പായും ആ പരുന്തിന്റെ കയ്യിൽ നിന്നും നിങ്ങളെ രക്ഷിക്കും. അത് അങ്ങനെ പറഞ്ഞതും മൈനയും ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിന്റെ ശില്പത്തിന്റെ അടുത്ത് തന്നെ അതിന്റെ കൂടും കെട്ടി. അതും മോണ്ടുകുരങ്ങനോടൊപ്പം ചേർന്ന് ശിവപൂജകൾ ചെയ്യാനും തുടങ്ങി. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് അത് 2 മുട്ടയും ഇട്ടു. അയ്യോ ദൈവമേ, കുറച്ചു നാളുകൾക്കുള്ളിൽ എന്റെ കുഞ്ഞുങ്ങൾ വെളിയിൽ വരും. നിങ്ങൾ വേണം ആ പരുന്തിൽ നിന്ന് എന്റെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താൻ. മഹാശിവരാത്രിക്ക് ഇനി 2 ദിവസമുണ്ട്. മൈനയുടെ കുഞ്ഞുങ്ങളും വിരിഞ്ഞു വന്നു. അതിനെ കണ്ടവൾ ഒരുപാട് സന്തോഷിച്ചു. ഇപ്പോൾ അത് വീണ്ടും ഭക്തിയോടെ പൂജകൾ ചെയ്യാൻ തുടങ്ങി. മോണ്ടുകുരങ്ങും പിന്നെ മൈനയും പൂജ ചെയ്യുമ്പോൾ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും അവരുടെ പിന്നിൽ വന്നു നിന്ന് അവർ ചെയ്യുന്നത് നോക്കി നിന്നു. അങ്ങനെ അവസാനം മഹാശിവരാത്രിയും എത്തി. അന്ന് വൈകിട്ട് മോണ്ടുകുരങ്ങ് മൈനയോട് പറഞ്ഞു, മൈന ചേച്ചി, ഇന്ന് മഹാശിവരാത്രിയാണ്. നമുക്ക് രാത്രി ഒന്നും ഉറങ്ങാതെ ദൈവത്തെ പ്രാർത്ഥിക്കാം. ഉറപ്പായും ദൈവം നമ്മളോട് കരുണ കാണിച്ച് നമ്മുടെ കഷ്ടപ്പാടെല്ലാം അകറ്റി മാറ്റും. ഉറപ്പായും മോണ്ടു ചേട്ടാ, ഉറപ്പായും ഞാൻ ഉറങ്ങില്ല. ഞാൻ നിരാഹാരവും നോക്കുന്നുണ്ട്. ദൈവം ആ പരുന്തിൽ നിന്ന് എന്റെ കുഞ്ഞുങ്ങളെ രക്ഷിച്ചാൽ മതി. അത് പറഞ്ഞത് വേറെ മൃഗങ്ങളും കേട്ടു. അവരും മൈനയോടൊപ്പം ഉറക്കം വിളച്ച് അതിനോടൊപ്പം ശിവരാത്രി വ്രതമെടുക്കാമെന്നും പറഞ്ഞു. അന്ന് രാത്രി എല്ലാവരും ചേർന്ന് പൂജ ചെയ്യാൻ റെഡിയായി. കുറച്ചു നേരത്തിനുള്ളിൽ തുടങ്ങാനും ഇരുന്നു. ആ സമയത്ത് പരുന്തവിടെ വന്ന് അട്ടഹസിച്ച് ചിരിച്ചു. ഞാനിതാ വന്നു. ആ മൈനേ, നീ എന്നെ കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നല്ലോ. എനിക്ക് വേണ്ടി നീ വീണ്ടും 2 കുട്ടികൾക്ക് ജന്മം നൽകി. വീണ്ടും ഞാൻ രുചികരമായ ഭക്ഷണം കഴിക്കാൻ പോകുന്നു. അത് ഭയാനകരമായി ചിരിച്ചുകൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് പോയി. മൈനയും തന്റെ ജീവൻ പണയം വെച്ച് അതിനെ ആക്രമിക്കാൻ പോയി. എന്നാൽ ഗോൾഡി അതിന്റെ വായ കൊണ്ട് മൈനയെ വളരെ മോശമായി ആക്രമിച്ചു. പാവം മൈനയും താഴെ വീണു. അതിനെ എഴുന്നേൽക്കാൻ പോലും പറ്റിയില്ല. ദൈവത്തിന്റെ മുൻപിൽ തന്റെ ചിറകുകൾ കൂപ്പി ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, ദയവ് ചെയ്ത് ഈ പരുന്തിൽ നിന്ന് എന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കൂ. ഇത് വീണ്ടും എന്റെ കുഞ്ഞുങ്ങളെ തിന്ന് എന്റെ മാതൃത്വം ഇല്ലാതാക്കും. മൈനയുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കൂ ദൈവമേ. ഇങ്ങനെ പറഞ്ഞ് മോണ്ടുകുരങ്ങ് ശംഖൂദാനം തുടങ്ങി. അങ്ങനെ പറഞ്ഞ് ഗോൾഡി പതുക്കെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് പോയി. പക്ഷികളെല്ലാം അത് നോക്കി നിന്നു. എന്നാൽ ആർക്കും അതിനെ തടയാനേ പറ്റിയില്ല. നിങ്ങളെ കാണാൻ തന്നെ എന്ത് രുചിയാ. അത് ആ കുഞ്ഞുങ്ങളെ കഴിക്കാൻ വേണ്ടി അടുത്തു പോയ സമയം പെട്ടെന്ന് അതിന്റെ ചിറകുകളിൽ തീ കത്തി. എല്ലാവരും ഇത് കണ്ട് ഒരുപാട് ഷോക്കായി. അതിന്റെ ചിറകുകളിൽ തീ കത്തുന്നു. എന്നാൽ ആ തീ കുട്ടികളുടെ അടുത്തേക്ക് പോകുന്നില്ല. കുറച്ചു നേരത്തിനുള്ളിൽ അത് പിടഞ്ഞ് താഴേക്ക് വന്നു വീണു. അത് മൈനയുടെ തൊട്ടു മുൻപിൽ വന്നു വീണു. എന്റെ ചിറകുകൾ. ഇങ്ങനെ അത് പിടയുന്നത് കണ്ട് എല്ലാവരും സന്തോഷിച്ചു. ദൈവമേ, എന്റെ കുഞ്ഞുങ്ങളെ നീ രക്ഷിച്ചു. കോടാനുകോടി നന്ദി. അങ്ങനെ പറഞ്ഞതും അതിന്റെ ചിറകുകളിലുള്ള എല്ലാ പരുക്കുകളും ശരിയായി. അത് നല്ല രീതിയിൽ വേദനയിൽ പിടഞ്ഞ് അതിന്റെ ജീവനും വെടിഞ്ഞു. ഇപ്പോൾ എല്ലാ പക്ഷികൾക്കും ശിവനോടുള്ള ഭക്തിയും കൂടി. എല്ലാവരും ഒരുപാട് സന്തോഷിച്ചു. എല്ലാവരും ചേർന്ന് ശിവഭഗവാനെ നന്നായി പൂജിച്ചു. മഹാശിവരാത്രിയുടെ മുഴുവൻ രാത്രിയിലും അവർ ഭക്തിയോടെ പൂജകൾ ചെയ്തു.